എല്ലാവർക്കും സുഖമല്ലേ? ഞാനങ്ങനെ കൂടുതൽ ലോങ് വീഡിയോസൊന്നും എടുക്കാറില്ല. ക്രാഫ്റ്റായിട്ട് റിലേറ്റ് ആയിട്ട് ഇതായിരിക്കും വേണമെങ്കിൽ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡ്രീം ക്യാച്ചറാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിങ്ങാണ്. അത് സർക്കിൾ തന്നെ വേണമെന്നില്ല, ട്രയാങ്കിളും സ്ക്വയറും ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം റിങ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. പിന്നെ റിബണോ കട്ടിയുള്ള ത്രെഡോ ജൂട്ടോ അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് വൈറ്റ് സാറ്റിൻ റിബണാണ്. പിന്നെ ഡ്രീം ക്യാച്ചറിൻ്റെ ഫെതേഴ്സ് വേണമല്ലോ, അപ്പോൾ കുറച്ച് ഫെതേഴ്സ് ഉണ്ട്, പിന്നെ ഒരു റെഡ് എംബ്രോയിഡറി ത്രെഡ് ഉണ്ട്, പിന്നെ കുറച്ച് ബീഡ്സും കൂടി ഉണ്ട്. അത്രയേ ഉള്ളൂ സംഭവങ്ങൾ. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രെയിം ഇല്ലേ, ആ റിങ്, അതിന് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന സംഭവം വെച്ചിട്ട്, അതായത് നമ്മൾ സാറ്റിൻ റിബൺ എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ റോപ്പാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുഴുവനായിട്ട് ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ ടാസ്ക്. ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാലും അവിടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഡ്രീം ക്യാച്ചർ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഡ്രീം ക്യാച്ചറിനോട് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മുടെ കൊറോണ ഒക്കെ വരുന്നതിന് മുന്നേ ഉണ്ടല്ലോ, ഞാൻ ഈ സംഭവം കടയിലൊക്കെ പോയിട്ട് അന്വേഷിക്കുമായിരുന്നു എത്ര രൂപയാണെന്നൊക്കെ. അന്നത് അത്യാവശ്യം ഹൈ പ്രൈസിലൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. അത്രയും പൈസ കൊടുത്തിട്ടൊന്നും ആരും ഡ്രീം ക്യാച്ചറൊന്നും നമുക്ക് അന്ന് വാങ്ങിത്തരില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എന്നാൽ എനിക്ക് അതിൻ്റെ സാധനങ്ങൾ വാങ്ങിത്തായോ, ഡ്രീം ക്യാച്ചർ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന്. അമ്മയ്ക്ക് പിന്നെ ആർട്ടിനോടും ക്രാഫ്റ്റിനോടും ഒക്കെ ഒരു ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് അമ്മ അതൊക്കെ വാങ്ങി തന്നു എനിക്ക്. അവിടെ നിന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഫുൾ ലോക്ക്ഡൗണും ആയി. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കി മെല്ലനെ ഡ്രീം ക്യാച്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചെടുത്തു. ഞാൻ കുറേ അധികം പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് പല പല ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ആ ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ സെയിൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന സംഭവങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ തവണ നാട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ട് ഇതൊക്കെ എടുത്തു വെച്ചേക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ വെബ് ഉണ്ടാക്കാനുള്ള പണി ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വർത്താനം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. ഇത് ഏറ്റവും സിമ്പിളായിട്ടും ബേസിക് ആയിട്ടുള്ളൊരു വെബാണ് കേട്ടോ. ഇതിൽ കാണുന്ന പോലെ റിങ്ങിൻ്റെ ഉള്ളിലൂടെ ലൂപ്പ് ഇടുന്നതാണ് നമ്മുടെ പണി. ഇതേ സെയിം പ്രോസസ്സാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് പിടികെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെബ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ റിങ്ങുമ്മ കൂടെ വരുന്ന ആദ്യത്തെ ആ വെബ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡ് എത്ര വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ഒരു 5 സൈഡാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ 6 സൈഡോ 7 സൈഡോ അങ്ങനെ അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇതേപോലെ ഫസ്റ്റത്തെ ഒരു ഫ്രെയിം ഉണ്ടാക്കി കൊടുക്കലാണ് പണി. പിന്നെ അതിന് ശേഷം നമ്മൾ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യണത്. പക്ഷേ എന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ത്രെഡ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പിന്നെ അടുത്ത വെബിൻ്റെ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലെയേഴ്സ് ആയിട്ട് ചെയ്തെടുക്കലാണ് ഈ വെബ് ഉണ്ടാക്കലിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് ഇങ്ങനെ ആദ്യം കാണുമ്പോൾ അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡ്രീം കാച്ചർ കാണുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഉള്ളിലത്തെ സംഭവം ഉണ്ടാക്കിയെന്നൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷെ അത് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് ഡ്രീം കാച്ചർ വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഏകദേശം ഇതേപോലെ ഒരു പാറ്റേൺ ഉള്ളിൽ കിട്ടും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അതിന് ഇതേപോലെ ബീഡ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് കെട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പകുതി പണി അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് ഫെതേഴ്സ് അറ്റാച്ച് ചെയ്യുക എന്ന് പറയണതാണ്. ഈ ഡ്രീം ക്യാച്ചർ നമ്മൾ ആലോചിക്കുമ്പോൾ അല്ല കാണുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ഫെദറാണ് കേട്ടോ. ഞാൻ ഈ ഫെദർ പണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും ഇപ്പോൾ ഫെദേഴ്സൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളുടെ നാട്ടിൽ ക്രാഫ്റ്റ് ഷോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഒരു 50 റുപ്പീസ് എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നല്ല ഡ്രീം ക്യാച്ചർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോയി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു 150, 200, 250 റേഞ്ചിലൊക്കെ പറയാം. അപ്പോൾ അത്രയും രൂപ കൊടുത്തിട്ട് ഈ ഡ്രീം ക്യാച്ചർ വാങ്ങണതാണോ, കുറച്ച് പൈസയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി ഡ്രീം ക്യാച്ചർ ഇങ്ങനെ റൂമിലും വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതാണോ നല്ലത്? അപ്പോൾ നമ്മൾ ഫെദേഴ്സൊക്കെ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല കട്ടിയിലൊക്കെ ഫെദേഴ്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല രസമായിരിക്കും. കുറച്ചും കൂടി ഒരു ആഡംബരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ റോസ് ആഡ് ചെയ്തത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.